അവർക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമായി. അലീന മറിയം നിൽക്കണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാവരും അതിന് പിന്നിൽ ഉണ്ടാവും എന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ എന്തായാലും ജയിക്കും. തദ്ദേശ പോരാട്ടം സ്ഥാനാർത്ഥിക്കൊപ്പം ഇന്ന് നമ്മൾ പെരിന്തൽമണ്ണ നഗരസഭയിലെ 2ാം വാർഡിലാണ്. UDF സ്ഥാനാർത്ഥിക്കൊപ്പമാണ് കീഴ്ശ്ശേരി അലീന മറിയം. ഇവിടെ സ്ഥിരമായിട്ട് UDF ജയിക്കുന്ന ഒരു വാർഡാണ്. നഗരസഭ ആയതിനു ശേഷം ഒരു പ്രാവശ്യമാണ് LDFന് കിട്ടിയിട്ടുള്ളത്. UDFന്റെ കോട്ടം തന്നെ പറയാം. അപ്പോൾ UDF സ്ഥാനാർത്ഥിയോടൊപ്പം പ്രവർത്തകരുണ്ട്. നമ്മൾ പ്രവർത്തകരൊക്കെ ആയിട്ട് സംസാരിച്ചപ്പോൾ അവർ വളരെ ആത്മവിശ്വാസത്തിലാണ്. വിജയം UDFന് ഉറപ്പാണ് എന്ന് തന്നെയാണ് അവർ പറഞ്ഞിട്ടുള്ളത്. UDF സ്ഥാനാർത്ഥിയോട് ഈ ജനങ്ങളെ, നിങ്ങൾ വോട്ടർമാരെ കാണാൻ പോയല്ലോ, അപ്പൊ അവരുടെ ഒരു പ്രതികരണം എന്താണ്? നിങ്ങളുടെ വിജയസാധ്യത എങ്ങനെയാണ് നിങ്ങൾക്ക് വിലയിരുത്തുന്നത്? അവർക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമായി. അലീന മറിയം നിൽക്കണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാവരും അതിന് പിന്നിൽ ഉണ്ടാവും എന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ എന്തായാലും ജയിക്കും. ഈ അലീന മറിയം നിൽക്കണമെന്ന് ജനങ്ങൾക്ക് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ എന്തെങ്കിലും സാമൂഹ്യ പ്രവർത്തക ഒക്കെ ആയിരിക്കണമല്ലോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ 2015-20 ആ കാലയളവിൽ കൗൺസിലർ ആയിരുന്നു. ആ കാലയളവിൽ ഞാൻ ഒരു കോടികൾക്കുള്ള വർക്കുകളും വികസനങ്ങളും ഞാൻ എൻ്റെ ഈ വാർഡിലേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും അതിന്റെ ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോഴുള്ളത്. നിങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ ഇവിടെ നടത്തിയിട്ടുള്ള ഈ വികസന പ്രവർത്തനങ്ങളൊന്ന് ചൂണ്ടിക്കാണിക്കാനുള്ളത് പറയാം? റോഡുകളായാലും കുടിവെള്ള പദ്ധതി ആയാലും എല്ലാം നല്ല രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഞങ്ങളായിട്ട് ഒരു കുടിവെള്ള പദ്ധതി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു മംഗലത്ത് കോളനിക്ക്. ഒരു വലിയൊരു പദ്ധതി ആയിരുന്നു അത്. നല്ല ഒരു ഫോളോ അപ്പ് ആണ് ഞങ്ങൾക്ക് ഇപ്പോൾ ഉള്ളത്. പിന്നെ റോഡുകളായാലും എല്ലാ വിധത്തിലും ഞങ്ങൾ നല്ല മുന്നോട്ടാണ് ആ കാലയളവിൽ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഇങ്ങോട്ടേക്ക് ഞങ്ങൾ വന്ന റോഡ് തന്നെ, രണ്ട് ഉദ്ഘാടനമൊക്കെ നടന്ന റോഡ്, അത് നിങ്ങളുടെ ശ്രമഫലമായിട്ടുള്ളതാണെന്ന് പറയാൻ പറ്റും? അത് ഞങ്ങളെ കൗൺസിലുള്ള എന്നാലും ഞങ്ങളെ പാർട്ടിയാണ് അത്. അങ്ങനെ ഒരു സംഭവം. എന്തായാലും ഇനിയിപ്പോ നിങ്ങൾക്ക് ഇപ്പൊ ഈ വാർഡിൽ ഇപ്പൊ നിങ്ങൾ കുറെ വികസനങ്ങൾ കൊണ്ടുവന്നു പറയുന്നു. ഇനി എന്തൊക്കെയാണ് ജനങ്ങൾക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാവുമല്ലോ, എന്തൊക്കെയാണ് നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കുക? ജനങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ഞാൻ നിൽക്കും. അതിൽ കക്ഷി രാഷ്ട്രീയം ഒന്നുമില്ല. എല്ലാം അവർക്ക് ഇഷ്ടത്തിനനുസരിച്ച് അവരുടെ കൂടെ, ജനങ്ങളുടെ കൂടെ നിൽക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അത് അവരുടെ കൂടെ എന്തായാലും ഞാൻ ഉണ്ടാവും. ഈ വാർഡില് UDF സംവിധാനം ഒറ്റക്കെട്ടായി തന്നെയാണോ പ്രചരണ രംഗത്തുള്ളത്? UDF സംവിധാനം ഒറ്റക്കെട്ടായിട്ട് തന്നെ ഉള്ളത്. ലീഗ്, കോൺഗ്രസ് അങ്ങനെ വേർതിരിവൊന്നുമില്ല. ടീം UDF എന്നുള്ള നിലക്കാണ് ഞങ്ങള് ഇവിടെ വാർഡ് 2ലും മുനിസിപ്പൽ തലത്തിലും അങ്ങനെ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഈ വാർഡില് നിങ്ങൾക്ക് വിജയപ്രതീക്ഷയുള്ളത്? കുട്ടികളൊക്കെ കളിക്കണം, അപ്പൊ അവർക്ക് കളിക്കാനൊക്കെ ഇപ്പൊ ഈ വാർഡിൽ ഇപ്പൊ കളിക്കാനൊരു ചെറിയ കളിസ്ഥലം, ബാക്ക്ഗ്രൗണ്ട്, ഇങ്ങനെയൊക്കെ കുട്ടികളുടെ സ്വപ്നമാണ്. കുട്ടികളുടെ സ്വപ്നങ്ങളും കാണണമല്ലോ, യുവതലമുറയും കാണണമല്ലോ. ഈ കുറെ അപ്ഡേറ്റഡ് ആയ യുവാക്കൾക്ക്, കുട്ടികൾക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഒരു സ്വപ്നങ്ങളുണ്ടോ? ഞങ്ങള് ഇതിൽ കൗൺസിൽ വന്നു കഴിഞ്ഞാൽ കളിസ്ഥലം ഉണ്ടാക്കാനുള്ള ഒരു തീരുമാനത്തിലാണ്. എന്തായാലും അതിനുള്ള പ്രയത്നത്തിലാണ്. അതുകൂടാതെ പിന്നെ എന്താണ് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് ഇപ്പോ ആ ഒരു ചെറിയ ഹെൽത്ത് സെന്റർ അല്ലെങ്കിൽ അംഗനവാടി, ഇങ്ങനെയുള്ള കുറെ സംവിധാനങ്ങൾ, കുടിവെള്ള പ്രശ്നങ്ങൾ, ഇപ്പൊ ജനങ്ങൾക്ക് ആഗ്രഹങ്ങളൊക്കെ അങ്ങനെ സംവിധാനങ്ങൾ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഈ വാർഡില്? കുടിവെള്ള പ്രശ്നമൊക്കെ അധികം പരിഹരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒറ്റതെറ്റ് ഉണ്ടെങ്കിൽ ഞങ്ങൾ അത് ഇനിയും പരിഹരിക്കും. പിന്നെ അംഗനവാടി ഒന്നുകൂടി നോക്കാനുള്ള ശ്രമത്തിലാണ്. എന്തായാലും ആരോഗ്യ മേഖലയിൽ ഞങ്ങളെ ഹെൽത്ത് സെന്റർ കൊണ്ടുവരണം. അതിനുള്ള ശ്രമം നടത്തിയായിരുന്നോ? ഇല്ല, നടത്തിയിട്ടില്ല. ഇനി നടത്തണം. ഏതായാലും ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളിലൊന്നാണല്ലോ അത്. അതെന്തായാലും ഞങ്ങൾ ഇനി കൗൺസിൽ വന്നാലും എന്തായാലും ഉണ്ടാവും. ഈ സ്ത്രീകൾക്കും അതുപോലെ വയോജനങ്ങൾക്കും വേണ്ടി എന്തെങ്കിലും പദ്ധതികൾ നിങ്ങളുടെ മനസ്സിൽ ആവിഷ്കരിച്ചു? ഇപ്പോഴില്ല, ഞങ്ങൾ ആവിഷ്കരിക്കണം. നഗരസഭാ ഭരണസമിതി അങ്ങനെയുള്ള കുറെ വയോജനക്ഷേമം, സ്ത്രീ സുരക്ഷ, അങ്ങനെ കുറെ കാര്യങ്ങളില് നഗരസഭാ ഭരണസമിതി പല കാര്യങ്ങളും കൊണ്ടുവന്നിരുന്നു. അക്കൂട്ടത്തിൽ നിങ്ങളും അവിടെയൊക്കെ ഉണ്ടായിരുന്ന നിങ്ങൾക്കും അതില് ഭാഗമാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ വയോജനങ്ങൾക്ക് ഞങ്ങള് ടൂർ ആ പ്രോഗ്രാം ഒക്കെ നടത്തിയിരുന്നു. ഞങ്ങൾ ആ 15-20 ആ കാലയളവില്. അതുമാതിരി ഇനിയും വയോജനങ്ങൾക്കുള്ള പദ്ധതികൾ ഞങ്ങൾ ആവിഷ്കരിക്കും. അവസാനമായിട്ട് ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഈ വാർഡിൽ ഇപ്പോ UDFന്റെ തന്നെ ഉരുക്കുകോട്ട എന്നൊക്കെ പറയാം. 100% ഈ വാർഡിൽ നിന്നും വിജയിക്കാൻ കഴിയുമെന്ന് ഉറച്ച പ്രതീക്ഷയുണ്ടോ? UDFന് പെരിന്തൽമണ്ണ നഗരസഭയിൽ ഭരണത്തിലെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയുണ്ടോ? തീർച്ചയായിട്ടും 100% വിജയിക്കുമെന്ന പ്രതീക്ഷ ഉണ്ട്. നമ്മുടെ മുനിസിപ്പാലിറ്റി UDFന് തന്നെ കിട്ടും. ടീം UDF അങ്ങനെ തന്നെ നിലനിൽക്കും. അങ്ങനെ പ്രതീക്ഷ. 2ാം വാർഡിൽ കീഴ്ശ്ശേരി അലീന മറിയം UDFന്റെ
സ്ഥാനാർത്ഥിയാണ്. അവര് നേരത്തെ കൗൺസിലർ ആയിരുന്നു. മാത്രമല്ല ഈ മേഖലയിലെ എല്ലാ വീടുകളുമായും എല്ലാ വീട്ടുകാരുമായും അത്രയും അടുത്ത സൗഹൃദ ബന്ധമുണ്ട്. മാത്രമല്ല സ്വന്തം കുടുംബങ്ങളെ പോലെയാണ് അവരൊക്കെ ഒരുമിച്ച് ഇവിടെ ജീവിക്കുന്നത്. അപ്പോ അവർക്ക് ചില കാര്യങ്ങളിൽ, അതായത് നേരത്തെ അവർ കൗൺസിലിൽ അംഗമായിരുന്ന കാലത്ത് ഒരുപാട് പദ്ധതികൾ ഇവിടെ റോഡുകളുടെ കാര്യത്തിലായാലും മറ്റുള്ള തെരുവുവിളക്കുകൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും അവർ ഇടപെട്ടിട്ടുണ്ട്. അതൊക്കെ നടപ്പിലാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നവർ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇനി ഒരു ഹെൽത്ത് സെന്ററിന്റെ കാര്യത്തിലും പിന്നെ ഒരു അംഗനവാടി അങ്ങനെയുള്ള ചെറിയ ചെറിയ പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ ഒരു പ്ലേ ഗ്രൗണ്ട്, ഇതൊക്കെയാണ് അവരുടെ സ്വപ്നം. അതൊക്കെ സാക്ഷാത്കരിക്കണമെന്നുണ്ടെങ്കിൽ UDF അധികാരത്തിൽ വരണമെന്ന ആഗ്രഹം കൂടി അവർ പങ്കുവയ്ക്കുന്നുണ്ട്. ഏതായാലും ഉറച്ച പ്രതീക്ഷയാണ് നമ്മോട് അവർ പങ്കുവച്ചത്. ഇവിടെ ഈ വാർഡ് UDF തന്നെ നിലനിർത്തും. അതുകൂടാതെ ഈ പെരിന്തൽമണ്ണ നഗരസഭ ഭരണം UDFന് കിട്ടുമെന്ന പ്രതീക്ഷ കൂടി അവർ പങ്കുവയ്ക്കുന്നു. പ്രതീക്ഷിക്കാം, ആഗ്രഹിക്കാം, അതൊക്കെ വോട്ടർമാരാണ് തീരുമാനിക്കുക. ഏതായാലും അവരുടെ ആഗ്രഹം പോലെ അവര് ഇവിടെ വാർഡിൽ വിജയിക്കുമെന്നതും നഗരത്തിൽ ഭരണത്തിലേറുമെന്നതും ആഗ്രഹമാണ്, പ്രതീക്ഷകളാണ്. ആ പ്രതീക്ഷ സഫലീകൃതമാകട്ടെ എന്ന് ആശംസിക്കാൻ മാത്രമേ എനിക്ക് പറ്റുള്ളൂ. ജനമാണ് തീരുമാനിക്കുക ആര് വേണം, ആരാണ് അവരുടെ ജനപ്രതിനിധിയായിട്ട് വരേണ്ടതെന്ന് ജനം തീരുമാനിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ക്യാമറമാൻ ഷനു അരീക്കോടിനൊപ്പം ജബ്ബാർ വേണാട്, ചാനൽ 10, പെരിന്തൽമണ്ണ. കല്യാണം കഴിഞ്ഞ് കുറച്ചു കാലം ഫാമിലി പ്ലാനിങ് ഒക്കെയാണെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ പതിയെ എല്ലാവർക്കും കാര്യം മനസ്സിലായപ്പോൾ ആ പ്ലാനും കൈവിട്ടു. കുട്ടികളില്ലാത്തതിനേക്കാളും വിഷമമാണ് കുട്ടികളായില്ല എന്നുള്ള ചോദ്യം സഹിക്കുന്നത്. ഒരു ദിവസം ഇവിടെ ഷോപ്പിൽ വന്നൊരു കസ്റ്റമറാണ് ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനെ കുറിച്ച് പറയുന്നത്. വിശേഷത്തിന് തുടക്കമാവുന്നു. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.